ഹേ ഗായ്സ്, എൻ്റെ പുതിയ വിളിക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്ന് ഗ്യാസിൻ്റെ വീഡിയോ ആയിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ ഗ്യാസിൻ്റെ വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത്. ഈ മിക്കവാറും ഗ്യാസ് ഷോപ്പിൻ്റെ വീഡിയോ കാണാൻ ചാൻസ് കുറവാണ്. മിക്കവാറും ഞാൻ ഈ വീഡിയോസ് എത്തില്ല. ഇനി ഇപ്പോഴത്തേക്ക് ഒരു ടെമ്പററി ആയിട്ട് ഞാൻ ഒരു ഫ്യൂവൽ ടാങ്ക് ടെമ്പററി അല്ലേ, ഞാൻ സ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ വീഡിയോ ചിലപ്പോഴൊക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്യൂവൽ ടാങ്ക് പെട്രോൾ പമ്പിൽ കൊണ്ട് വിൽക്കാൻ പോവാണ്. അതിൽ നിന്ന് കുറച്ച് കാശ് ചാമ്പാം, നമുക്കിങ്ങോട്ട് ചാമ്പാം. അല്ല കൊടുക്കാൻ പോകുന്നില്ല, അവിടെ കൊണ്ട് സപ്ലൈ ചെയ്യാനാ. ഞാൻ ആദ്യം അവിടെ പോയി റിക്വസ്റ്റ് കൊടുക്കണം ഗൈസ്, എന്നാലേ പറ്റത്തുള്ളൂ. പമ്പിൽ പെട്രോൾ അടിക്കാൻ ഞാൻ ഫ്യൂവൽ ടാങ്ക് കൊണ്ട് സെയിലേ പക്ഷെ ഫ്യൂവൽ ടാങ്കിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഗ്യാസ് ടാങ്ക് പോലെയല്ല, ഒരു ട്രിപ്പിൽ രണ്ടെണ്ണേ കൊണ്ടുവരാൻ പറ്റുന്നത്. മീൻസ് 10 ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതാണ് ഫ്യൂവൽ ടാങ്കിന്റെ പ്രശ്നം. ഗ്യാസ് ടാങ്ക് ആണെങ്കിൽ നമുക്ക് 5 കൊണ്ടുപോകാം. 2 വെച്ച് 2 പ്രാവശ്യം പോയാൽ അത് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇന്ന് പോയി റിക്വസ്റ്റ് കൊടുക്കട്ടെ. അവിടെ ഗ്യാസൊക്കെ തീർന്ന് ഇനി വേറെ എടുക്കണം. Going to the fuel shop. Okay, ഞാൻ ഇവിടെ വണ്ടി ചെയ്യട്ടെ. ഇവിടെ ആരെയും കാണാൻ ബ്രേക്ക്. ഓക്കെ, ഇവിടെ എന്താ ആരെയും കാണാത്തതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വരുമായിരിക്കും. സാർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സാർ? ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വന്നതാണ് പെട്രോൾ പമ്പിൽ. എനിക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന ആളായിട്ട് ഞാൻ കയറിക്കോട്ടെ. ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന ആളായിട്ട് എന്നെ എടുക്കാൻ പറ്റുമോ? ഫ്യൂവല് ഇവിടെ നിന്ന് കൊണ്ടുവരും. എനിക്കറിയുന്ന ഒരു ഗോഡൗൺ ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഈ വണ്ടിയിൽ കൊണ്ടുവരും. എനിക്ക് ഫ്യൂവല് ഞാൻ കൊണ്ടുവരാം, ടാങ്ക്. അങ്ങനെ അത് സെറ്റാക്കാമോ? പിന്നെന്താ, സെറ്റാക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ പണി തുടങ്ങിക്കോളൂ. തന്നെ ജോലിക്ക് എടുത്തിരിക്കുന്നു. ഓക്കെ ചേട്ടാ. അപ്പോൾ ഗൈസ്, നേരെ ഗോയിങ് ടു ഗോഡൗൺ. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ഫ്യൂവൽ ടാങ്ക്സ് എടുത്തിട്ട് വരാം. ഇവിടെ ബാക്കിൽ എന്തൊക്കെയോ സിമ്പൽ ഉണ്ടല്ലോ ഈ വണ്ടിയുടെ. ഞാനേ ചെക്ക് ചെയ്തപ്പോഴേ മനസ്സിലായത് ഈ ഹമ്മർ ഫോണിൻ്റെ ബ്രാൻഡ് അല്ല, ഏതോ അമേരിക്കൻ വണ്ടി തന്നെയാണ്. ഹമ്മർ എൻ്റെ ഒരു കാർ ബ്രാൻഡാണ്. നമ്മുടെ ഈ തന്നെ പോലീസിൻ്റെ അല്ല, പട്ടാളത്തിൻ്റെ ആ വണ്ടി, അതും ഇതിൻ്റെ സെയിം വണ്ടിയാണ്. ഓക്കെ ഗൈസ്, ഇവിടെ 2 ഫ്യൂവൽ ടാങ്ക്സ് ലോഡ് ചെയ്തു. ഇനി ഇതും കൊണ്ട് പോകണം. ഇവിടെ തറയിൽ ഏതൊരു ഫ്യൂവൽ ടാങ്ക് വീഡിയോ എടുക്കുന്നത്. അതവരെടുത്ത് വെച്ചോണം. ഓക്കെ, പയ്യെ പോകണം. ഫ്യൂവൽ ടാങ്ക് ഗ്യാസ് ടാങ്കിനേക്കാൾ റിസ്ക് ആണെന്ന് തോന്നുന്നു.
കൊണ്ടുപോകാൻ മീൻസ് പൊട്ടിത്തെറിക്കൊന്നുമല്ല, മെയിൻ ഡെസ്ക് താഴെ വീണാലാണ്, പിന്നെ എടുത്ത് വെക്കണം. അതാണ് വണ്ടി ബ്രേക്ക് ഇടും വരെ ഈ ഹമ്മറിൽ താങ്ങും. നോക്കാം. ഞാൻ സ്ലോപ്പാണ് പ്രശ്നം, അങ്ങനെ എത്തിച്ചേ പറ്റൂ. മെയിൻ പ്രശ്നം 2 കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറ്റേത് 2 വർഷം 5 കൊണ്ടുപോയാൽ 10 ആവും. ഇത് പക്ഷെ 2 വെച്ച് ഓരോ ഇതിലും പോകണം. അതാണ് പ്രശ്നം. ഇനി എത്ര ട്രിപ്പ് പോകേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ? അല്ല 1 2 3 4 5 എത്രയെങ്കിലും ആവത്തു. ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ ദാറ്റ്. അടുത്ത പ്രാവശ്യം 3 എടുത്തോണ്ട് പോകുന്നല്ലോ. അയ്യോ ഇത് പോകുന്നില്ല. സ്ലോപ്പ്. ഇപ്രാവശ്യത്തെ പ്രശ്നം നമുക്ക് അങ്ങ് വരെ പോകണം, അതായത് പമ്പ് വരെ. അതാണ് അടുത്ത പ്രശ്നം. മറ്റേത് എൻ്റെ ആ പഴയ വീട് വരെയാണ്. ഇപ്രാവശ്യം പമ്പ് വരെ പോകണം. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോണ്, ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അവിടെ എത്താൻ. അതുവഴി വേഗം എടുത്തിട്ട് പോവാം. ഇതുവഴി പോയാൽ പെട്ടെന്ന് പമ്പ് എത്തും. പക്ഷെ അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റും. ഗ്യാസ് ടാങ്കിൻ്റെ കാട്ടിൽ സ്പീഡിൽ ഓട്ടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് പോവാം. വേഗാവട്ടെ, റോട്ടിൽ ആൾക്കാരുണ്ടല്ലോ. വേഗം. ഓക്കെ. അയ്യോ, ബ്രേക്ക്. ഇവിടെ ഇങ്ങനെ പോയാൽ നേരെ പമ്പ് എത്തും. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അവിടെ കാണാൻ പറ്റുമായിരിക്കും. ശരി, ഇച്ചിരി ഒരു പാടാണ് ഈ വഴി. പക്ഷെ ഇത് നല്ല ദൂരമുണ്ട്, അതാണ് പ്രശ്നം. മറ്റേ ദൂരമില്ല ആ വഴിയെ. ഇതും ചെറിയ ദൂരമുണ്ട്. ഇത്രയും ദൂരത്ത് അത്രയും ഗ്യാസ് ടാങ്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നത്. നമുക്ക് നോക്കാം. അല്ല, പമ്പ അവിടെ ഇനി വഴിയുള്ള തെറ്റിയ. ഇങ്ങനെ പോയി കയറണല്ലേ? ഓക്കെ. ഇങ്ങനെ പോയി കാണാം. ഇത് വഴി തെറ്റിയോ ശരിക്കും? നമുക്ക് പക്ഷെ ഇത് ഭയങ്കര വലിയ വഴിയാ. ഇത് ഷോർട്ട് വഴിയല്ലോ ഉണ്ടോ? ഷോർട്ട് വഴി നോക്കട്ടെ. അയ്യോ. ഓക്കെ, പതുക്കെ. ഈ സ്ലോപ്പാണ് അടുത്ത പ്രശ്നം. പിന്നെ ഈ സംഭവം ഞാൻ അത്യാവശ്യം സ്പീഡിൽ തന്നെ ഓടിക്കുന്നു, എന്നിട്ടൊന്നും പറ്റിയില്ല. അത് നല്ല കാര്യം. ഓക്കെ, നൈസായിട്ട് കയറ്റം. ബ്രേക്ക് ഇട്ട് പയ്യെ എങ്ങനെയും കൊണ്ട് കയറ്റണം. ആകെ ഒരു ടയർ മാത്രമേ കയറിയിട്ടുള്ളൂ. അയ്യോ, അടിപൊളി. 2 താഴെ. സാരമില്ല, പയ്യെ എടുത്ത് വയ്ക്കാം. ഇവിടം വരെ എത്തി. എങ്ങനെയോ റോട്ടിൽ കിടക്കുന്നത് റിസ്ക് ആണ്, അത് എടുത്ത് വയ്ക്കണം. ഓക്കെ ഗൈസ്, ഒരു വിധി ഇത് എങ്ങനെ എടുത്ത് വച്ച് ഇനിയിപ്പോൾ അതൊക്കെ കയറി അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതൊക്കെ അവിടെ കൊണ്ട് ഇറക്കണം. ഇതേ സെയിം സ്പോട്ടിൽ ഇനി ചിലപ്പോൾ വന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. ആ സൈഡിലോട്ട് അങ്ങ് വല്ലതും ഇറക്കി വയ്ക്കാം. പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് പിടിക്കണം. എടാ വീഴടാ, ഇതെന്തോന്ന് കാണിക്കുന്നത്? യെസ്, വീണു. പക്ഷെ തല കുത്തിയാണെന്തോ വീണത്. ഒരെണ്ണം മഴഞ്ഞിടയ്ക്ക് കുഴപ്പമില്ല, ഇത് നമുക്ക് സെറ്റാക്കാം. ഇനി അടുത്തത് ആകെ 2 ആയിട്ടുള്ളൂ. നമുക്ക് 10 കൊണ്ടുപോയിക്കാനകത്ത്. ഇനി ഒരു 3 ഞാൻ എടുക്കാൻ നോക്കിയാലും പയ്യെ 3 എടുത്താൽ ഇപ്പം 2 എടുക്കും.
എടുത്തു, അപ്പം രണ്ടെണ്ണം പോയി. മീൻസ് ഇപ്പം രണ്ടെണ്ണം നമ്മൾ എടുത്തു, അപ്പോൾ 1 2. ഇനി 3 4 5 6 7 8 9 10. അപ്പം 3 4 5 മൂന്നെണ്ണം എടുത്താലാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്രാവശ്യം. ഇതേ വഴി അങ്ങ് പതുക്കെ വന്നാലോ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഭയങ്കര ദൂരമുണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ ആ വഴി യൂസ് ചെയ്യല്ലേ. എന്ത് വേണമെങ്കിലും ചെയ്യാം. പോട്ടെ ചോട്ടെ കഴിഞ്ഞിട്ട്. അയ്യോ, ബ്രേക്കില്ല വണ്ടിക്ക്. ഈ സൈഡിൽ ഫുൾ ഗ്യാസ് ടാങ്ക്, അപ്പുറത്തെ സൈഡിലെ ഫ്യൂൽ ടാങ്ക്. ഓക്കെ ഗൈസ്, ഇനി അടുത്ത സെറ്റ് ഓഫ് ഫ്യൂൽ ടാങ്ക്. അയ്യോ ഇതിൻ്റെ ഡോറ് പോയാ. കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഇറ്റ്സ് ഓക്കെ. ഇതെടുത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? എളുപ്പമാണ്. സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. ഹേ ഗൈസ്, 4 ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ താഴെ വീണ ഇവരെടുത്ത് വെച്ചില്ലല്ലോ. ഈ വണ്ടിയുടെ ഡോറ് ഞാൻ തിരിച്ചു വെച്ചു. ഇത് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ 4 അങ്ങ് കൊണ്ടുപോകും. 4 ഞാൻ എടുത്തു. കണ്ണും പൂട്ടി അങ്ങ് 4 എടുത്തു. ഇല്ല, ഇപ്പം എന്തോ ചെയ്യാൻ. ഇതും വച്ച് പോയാലേ സമയമെടുക്കും. ഒരെണ്ണം ചെറുതായി ചരിയുന്നുണ്ട്, ഒരെണ്ണം അവിടെ മറിഞ്ഞടക്കുക. ഇനി നമുക്കിപ്പോൾ 3 4 5 6 ആയി. ഇനി 7 8 9 10. ഇനി ഒരു 4 കൂടെ കൊണ്ടുവന്ന മിഷൻ ഈസ് കംപ്ലീറ്റ്. ഓക്കെ, പയ്യെ ഓരോന്നായി മറിയാൻ തുടങ്ങി. പയ്യെ 4 കൊണ്ടുപോകുന്നു. 2 തന്നെ പാടായിരുന്നു. ഇങ്ങനെ കൊണ്ടുപോയത് ആ സ്റ്റെപ്പാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് ആ സ്റ്റെപ്പിൽ കയറുമ്പോൾ അത് സ്റ്റെപ്പല്ലല്ലോ, ആ സ്ലോപ്പ് പോലത്തെ, സ്ലോപ്പൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ആൾക്കാർ നടക്കുന്ന ഭാഗമില്ലേ ആ സൈഡിൽ കൂടെ, അവിടെ കൂടെ പതുക്കെ വണ്ടി കയറ്റിയിട്ട് റിവേഴ്സ് എടുത്ത് കയറ്റിയാലാണ് ഞാൻ ഇപ്പം ആലോചിക്കുന്നത്. കാരണം അങ്ങനെ കയറ്റിയാൽ അത് നേരെ ഇതിൻ്റെ പമ്പിൻ്റെ അകത്ത് വന്ന് വീഴും. അപ്പം എനിക്ക് എളുപ്പമാണ്, പെട്ടെന്ന് എടുത്ത് വയ്ക്കാൻ പറ്റും. അതൊരു ബുദ്ധിയല്ലേ. പോലെ ഇനി അടുത്ത 2 വേണമെങ്കിൽ കൊണ്ടുവരാം. അതാണ് നല്ലത്. ഈ 4 പാടാം. അയ്യോ ഇത് പോയി. സീനില്ല, സെറ്റ് ആക്കാം. ഇതെങ്ങനെ നീങ്ങുമെന്നോ, ഇതെങ്ങനെ ഞാൻ ഇപ്പം അവിടം വരെ കൊണ്ടെത്തിക്കും, അതാണ് വേറെ ടാസ്ക്. 4 എടുക്കണ്ടായെന്നു തോന്നി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് അവിടെ വീഴട്ട്. ഇത് ബാക്കി 2 ഈ 3 കൊണ്ടോ, അതായിരിക്കും നല്ലെന്ന് തോന്നുന്നു. 3 മതി. ഞാൻ സ്ട്രേറ്റ് വഴി തന്നെ അങ്ങ് എടുക്കാൻ പോവാം. ഐ ആം ഗോയിങ് ടു ടേക്ക് എ റിസ്ക്. പതുക്കെ പോട്ടെ വണ്ടി. ഓക്കെ, പോട്ടെ. നീങ്ങട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് റോട്ടിൽ കിടന്ന പ്രശ്നമാവോ? ഫ്യൂൽ ടാങ്ക് ഇത് പതുക്കെ തള്ളി നീക്കി, അല്ലെങ്കിൽ ഇത് റോട്ടിൽ കിടന്നോ, നീക്കുന്നില്ലല്ലോ അല്ലേ. ഇത് തൽക്കാലം റോട്ടിൽ കിടന്നോട്ട് വന്നിട്ട് എടുക്കാം, അതായിരിക്കും നല്ലത്. വന്നിട്ട് നമുക്ക് എടുക്കാം. തൽക്കാലം 2 തന്നെ ഇപ്പോൾ പ്ലാൻ ചെയ്തായിരിക്കും നല്ലത്. 2 പറ്റുള്ളൂ. 3 കൊണ്ടുപോയത് സെറ്റ് ആവത്തില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഓരോന്ന് പറക്കാം. ഗ്യാസ് ടാങ്കിൻ്റെ അവസ്ഥ ഇപ്പം എന്താണ്ടോ. അയാൾ എൻ്റെ മുകളിൽ കൂടെ വണ്ടി കയറ്റിയ. ഗ്യാസ് ടാങ്ക് അല്ല, വീണ്ടും തെറ്റിപ്പോയി. ഫ്യൂൽ ടാങ്ക്. ഇത് ഫ്യൂൽ ടാങ്ക്.
ലേശം സ്പീഡാവാം. ഈ വഴി തന്നെ നല്ലത് പോവാൻ. അയ്യോ സ്പീഡായപ്പോൾ 2-3 താഴെ വീണു. നോ പ്രോബ്ലം, ലെറ്റ്സ് ടേക്ക് ഇറ്റ്. ഗൈസ് എങ്ങനെ അത് കയറ്റി വച്ചിട്ടുണ്ട് ഒരു വിധം. അങ്ങനെ ഞാൻ കയറ്റി വെച്ചു. ഇതൊരു പതുക്കെ നമുക്ക് പോകണം. ഓക്കെ, ഇവിടുത്തെ എന്താ പ്ലാൻ എന്നാന്ന് വെച്ചാൽ വണ്ടി റിവേഴ്സ് എടുക്കണം. അപ്പോൾ ഇത് കറക്റ്റ് അകത്തോട്ട് തന്നെ വീഴും. പമ്പിൻ്റെ ഫ്യൂൽ ടാങ്ക് ഇവിടെ മാത്രമേ സപ്ലൈ ചെയ്യാവുള്ളൂ, വേറെ സ്ഥലമില്ല. ഈ ഒരു പമ്പ് മാത്രമേ നമ്മുടെ സിറ്റിയിലുള്ളൂ, വേറെ പമ്പില്ലെന്ന് തോന്നുന്നു. പിന്നെ ഫുൾ നഗറിലുണ്ട്. ഞാൻ വീരാൻ വേണ്ടി അവിടെ കയറ്റിയത്, എൻ്റെ അത് വീണില്ല. ഇപ്പം വീണു. ഇപ്പം 4 ആയതുള്ളൂ, വെറും 4. ഇനിയും നമുക്ക് എത്തണുണ്ട് 6. ഇനി 6 കൂടെ കൊടുത്തോണ്ട് കറക്റ്റ്. 1 അവിടെ നിന്ന് എടുത്തിടാം റോഡിൽ നിന്നുള്ളത്. ബാക്കിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വീണെടുക്കണേന്ന് എടുത്തിടാം, പറക്കിടാം. അല്ലെങ്കിൽ റോഡിൽ കിടക്കുന്ന വേഗം കൊണ്ടുപോയി. ആ റോഡിലത്തെ എവിടെ പോയി? ഇതാണോ ഞാൻ ഇവിടെ ഇട്ടിട്ട് വന്നത്? അതെ ഇതാണെന്ന് തോന്നുന്നു. ഇത് പതുക്കെ എടുത്തിട്ട് ഇതങ്ങ് കൊണ്ടു കൊടുത്തിട്ട് വരും, അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, ഇതെങ്ങനെയാ പതുക്കെ, അയ്യോ ഇതെങ്ങനെ ഞാൻ പതുക്കെ കൊണ്ട് കയറ്റിയിട്ടുണ്ട്. ഈ 1 മാത്രം ഇനി കൊണ്ടുപോകാം. ഇനി ഇത് 5 പിന്നെ അവിടെ കിടക്കുന്ന ഇത് 5 ആകുമ്പോൾ ഇനി ബാക്കി 5 കൂടെ പിന്നെ നമുക്ക് വേണം. അപ്പം ഇനി 2 വച്ച് പോവാം. ഇത് റോട്ടിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് എടുത്തോണ്ട് പോവാം. അയ്യോ അടിപൊളി, അത് വീണ്ടും താഴെ വീഴും, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അയ്യോ പോവല്ലേ, ഇപ്പം എടുത്ത് വെച്ചതേ ഉള്ളൂ, പോവല്ലേ. ഓക്കെ, എനിക്കൊന്ന് മാക്സിമം 2 കൊണ്ടുവന്നാൽ നല്ലത്. ഓക്കെ, അയ്യോ വീണ്ടും ഇതെന്തോന്ന് പരിപാടി, ഇത് സെറ്റാക്കാം. ഗൈസ് പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. അവിടുത്തെ എന്താ ഗോഡൗണിലത്തെ ആളില്ല, അയാളെ ഞാൻ വിളിച്ചിട്ട് അവിടെ കിടക്കുന്ന ഒരു ഫ്യൂൽ ടാങ്ക് കൂടെ ഇങ്ങ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. കാരണം 1 കൊണ്ടുപോയി നിൽക്കത്തില്ല. പക്ഷെ ഇനിയൊരു പ്രശ്നമുണ്ട്. ഇത് 6-7 ആയി. ഇതിപ്പോൾ നമ്മൾ 6-ാമത്തെ 7-ാമത്തെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി 8-ാമത്തെ 9-ാമത്തെ ഒരുമിച്ചും 10-ാമത്തേത് വെറുതെയാണ്. അല്ലെങ്കിൽ 11 കൊണ്ടുപോകണം. കൂടിപ്പോയാലും കുഴപ്പമില്ല, ഇത് കുഴപ്പമൊന്നുമില്ല. നിറച്ചും കൊണ്ടുകൊടുത്താൽ അവർക്ക് സന്തോഷം. അപ്പോൾ ഒരു 11 ആക്കാം, അതായിരിക്കും നല്ലൊരു. ഓക്കെ പോയിക്കോള്. പോലെ 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 പോകല്ലേ പോകല്ലേ. വീണ്ടും വീണ്. എന്നെ കൊണ്ടൊരു ഉപകാരമില്ലല്ലോ. ഗായ്സ് എടുത്ത് വച്ചിട്ടുണ്ട് ഞാൻ അത്. ഓക്കെ, ഈ ഗോയിങ് ടു പെട്രോൾ പമ്പ്. ഓക്കെ, പൊട്ടെ പൊട്ടെ പൊട്ടെ. നീ ഒരു 11 കൊണ്ടുവന്നേക്കും നല്ലത്. Yeah, that's the good plan. പക്ഷെ ഇനി സമയം എടുക്കും. സമയം പോട്ട് കുഴപ്പമില്ല.
ഇത് പതുക്കെ പതുക്കെ നമുക്ക് ചെയ്ത് തീർക്കാം. ഏതെങ്കിലും മന്തി സ്പീഡി ബാക്കി വരുന്നുണ്ടോ എന്തോ. ഇവിടെ വന്ന് ഇത് കാണിക്കണ്ട. ഇവിടെ വണ്ടിക്കകത്തുള്ള ഫ്യൂൽ ടാങ്കാണ്, അത് ഓർത്തോളാം. ഇവിടെ വന്ന് ഓരോന്ന് കാണിക്കണ്ട. ഓക്കെ, പോകട്ടെ. യോ ഈ കയറ്റൊന്ന് ബ്രേക്കാം. കയറ്റം കയറിയിട്ടുണ്ടായിരുന്നു. പോട്ടെ കയറട്ടെ. ആ കറി യെസ്, സക്സസ്ഫുൾ. അയ്യോ എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയില്ല. ഓക്കെ, സെറ്റ്. ഇതാ ഏഴാമത്തെ കൊണ്ടുവന്ന. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അല്ല, ഇത് ആറാമത്തേതായതേ ഉള്ള. 1 2 3 4. ആ ശരി, ആറാമത്തേതും 5ാമത്തേത്. കാരണം നേരത്തെ 3 കൊണ്ടുപോയി ക്യാൻസൽ ചെയ്ത തന്നെ ഏകദേശം ആ ദൂരെ കണ്ട ഞങ്ങൾ എടുത്തിട്ട് ആ 2 ഇവിടുത്തെ ഇത് ഇവിടെ തന്നെ കിടപ്പുണ്ട്. അത് ലാസ്റ്റ് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരെ വിളിച്ച് ഇതും കൂടെ ഇവിടെ കൊണ്ടിടാൻ പറഞ്ഞേക്കാം. അതൊക്കെ നല്ലത്. വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങ് ആ ഭാഗത്ത് കൊണ്ടിടാൻ. ഞാൻ പറഞ്ഞു കൊണ്ടിട്ടാൽ മതിയായിരുന്നു. ഈ ഒരെണ്ണം കൂടെ കഴിഞ്ഞാ ഓവറായി. ഇപ്പൊ ഇവിടുത്തെ ഈ ഗെയിമിലത്തെ പുതിയ അപ്ഡേറ്റ് ഈ സൈഡിൽ കിലോമീറ്റർ എഴുതി കാണിക്കും. പക്ഷെ റോഡിൽ പലരും ഓടിക്കുന്ന വണ്ടി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് കാണിക്കത്തില്ല ഈ സൈഡിൽ. ഓക്കെ, ഭാഗ്യത്തിന് വേണ്ടില്ല പമ്പ് വരെ പോകാൻ.
അയ്യോ ഇത് ശോരണം ഒന്ന് വീണല്ലോ, അത് കുഴപ്പമില്ല, സെറ്റാക്കാം. ഓക്കെ ഗൈസ്, അതെങ്ങനെ കയറ്റി വച്ച് ഇപ്പം അതൊക്കെ പമ്പിക്കൊണ്ട് ലാൻഡ് അയക്കണം. പതുക്കെ 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 കുറേ കഴിയുമ്പോൾ ഇത് ബോറടിക്കും ചെയ്തു. നമ്മൾ കൊണ്ടുവച്ചതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ആവുന്നത്. ഓക്കെ, ഇപ്പം അതൊക്കെ റിവേഴ്സ് എടുക്കണം, വണ്ടി തിരിക്കണം. ഓക്കെ, 1 2 3 4 5 6 ഇത് 7 8. അയ്യോ എൻ്റെ വണ്ടി മാറി നിൽക്കൂ ചേട്ടാ. ഓ വണ്ടി ആ ഡോറും പോലെ പുല്ല്. ഇപ്പോൾ സെറ്റാക്കാം, ദർ ഇസ് നോ പ്രോബ്ലം. എല്ലാം ഒടിഞ്ഞു വീണ്. ഓക്കെ ഗൈസ്, ഇനി അടുത്ത ഇത് നമുക്ക് ചെയ്യാം. അടുത്ത സ്ഥലത്ത് ഞാൻ ലാസ്റ്റും കൂടെ നമുക്ക് എടുത്ത് സെറ്റാക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അയ്യോ ഞാൻ തള്ളിക്കൊണ്ടുപോയി. അയ്യോ അവരൊന്ന് വീണ ഇതെന്തോന്നേ, രണ്ടും കൂടെ ഒരു കാര്യമില്ലാതെ 2 വണ്ടികളും ഇടിച്ചു നിൽക്കുന്നു. ഓക്കെ, ആളവിടെ കൊണ്ടുവച്ചോണ്ടോ, ചിലപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ടായിരിക്കും വയ്ക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സപ്ലൈസ് ചിലപ്പോൾ എടുത്തോണ്ട് പോകും. അതാണ് ഓക്കെ. രക്ഷപ്പെട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊണ്ടുവച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് സെറ്റാക്കാം. ഇന്നൊക്കെ എന്താ പ്രശ്നം, ഇത്രയും കൊണ്ടുവച്ചില്ലേ, ഇതും കൂടെ കൊണ്ടുവയ്ക്കാൻ പറ്റും. വി ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ഇനി അതെടുത്ത് വയ്ക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ ബാക്കി ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി പതുക്കെ കൊണ്ടുപോകണം. ഓക്കെ, ബാക്കി 2 കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് 10. ഞാൻ പ്ലാൻ ആദ്യത്തെ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. 11 വേണ്ട, 10 തന്നെ മതി. ഓക്കെ പോട്ടെ പതുക്കെ. ഇത് അത്യാവശ്യം സ്പീഡ് ഓടിക്കാൻ പറ്റും. ഇതെത്ര, ഒരു 44-43 കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഇപ്പം 53 ആയി. അത് ഈ താഴ്ച ആയതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡ് വന്നത്. ഞാൻ ആക്സിലേറ്ററും ചെറുതായി പിടിച്ചു വിടുന്നുണ്ട്, അതാ. ഇതും കൂടെ കഴിഞ്ഞ് ഈ കോട്ട തീർന്നു, ഈ വീഡിയോ തീർന്നു. ഓക്കെ, പോകട്ടെ. അയ്യോ വന്നു വീണേനെ. പതുക്കെ വച്ച് പിടിപ്പിക്കണം. ഇതേത് വണ്ടി? ലെജൻഡർ അല്ലേ ഇത്? ഫോർച്യൂണർ ലെജൻഡർ. ഓക്കെ, യെസ്, ഓൾമോസ്റ്റ് എൻ്റെ അടുത്തെത്തി നമ്മൾ. പോട്ടെ. അയ്യോ ഇയാളിതെന്തോ കാണിക്കുന്നു. എൻ്റെ വണ്ടീനെ ഇടിക്കാൻ നോക്കിയാന്ന് തോന്നുന്നു, നടന്നില്ല പാവം. ഈ 2 വണ്ടിയും പോയ ഇവിടെ കിടന്നത്. അതെന്തായാലും ആട്ടെ, നെവർ മൈൻഡ്. കേറ്റം കയറിക്കോ. വച്ച പിടിപ്പിക്കണ്ട, കയറിക്കോളൂ. ഇപ്പം അതൊക്കെ റിവേഴ്സ് എടുത്ത് കേറ്റാം. അയ്യോ അയ്യോ സെറ്റ്. ഇവളെല്ലാം വെച്ചിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10. ഇനി ആളുടെ അടുത്ത് ഞാൻ ഒന്ന് പറയട്ടെ.
അമ്മേൻ്റെ ആളുടെ അടുത്ത്. ഓ എങ്ങനെ ഈ വർക്കൊക്കെ കറക്റ്റ് 10 ഇട്ടിച്ചോ? ആ സാറേ 10 ഇട്ടിച്ചിട്ടുണ്ട്. ഫ്യൂൽ ടാങ്ക് കറക്റ്റ് വന്ന്. ഇത് നിങ്ങൾ അടുക്കി വെച്ചുള്ളൂല്ലേ? അത് നമ്മൾ നോക്കണം. അപ്പം ഈ ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് വീട്ടിലേക്ക് പോകാം. ഇനി വേണമെങ്കിൽ വരാം. ഓക്കെ സാറേ, ഓക്കെ. ക്യാഷോ? ക്യാഷിൻ്റെ അത്രയും ഞാൻ GPay ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്നാൽ പോട്ടെ. ശരി. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പം ഇനി പുതിയ വീഡിയോസിൽ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.